നമസ്കാരം. DMK, AIDMK തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ പ്രധാനപ്പെട്ട രണ്ട് ദ്രാവിഡ പാർട്ടികളാണ് ഞാൻ മുന്നേ പറഞ്ഞ രണ്ട് പാർട്ടികൾ. നമുക്കറിയാം, ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ വലിയ തോതിലുള്ള ഒരു ആഫ്റ്റർ ഇഫക്റ്റ് തമിഴക മണ്ണിൽ ഉണ്ട്. ആ തമിഴക രാഷ്ട്രീയ മണ്ണ് ഉഴുതിട്ട രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. മറ്റ് അനവധി ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങൾ CPIM-ഉം BJP-യും പോലെയുള്ള പാർട്ടികളൊക്കെ തന്നെയും തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ പോലും തമിഴ് ജനതയുടെ ആകത്തുകയിലെ വലിയൊരു വികാരം 2 വർഷം മുമ്പ് വരെ DMK-യും AIDMK-യുമായിരുന്നു. പക്ഷേ 2 വർഷത്തിനിപ്പുറം വലിയ തോതിലുള്ളൊരു മാറ്റം തമിഴ്നാടിൻ്റെ മണ്ണിലേക്ക്, തമിഴക മക്കളുടെ മണ്ണിലേക്ക് വന്നിരിക്കുന്നു. അത് ഇളയ ദളപതി, അവരുടെ സൂപ്പർ സ്റ്റാർ കിങ് മേക്കർ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രി കഴകം എന്ന ഒരു TVK എന്നൊരു പാർട്ടി വന്നതോടുകൂടിയാണ്, രൂപീകൃതമായതോടുകൂടിയാണ് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഒരു അതിപ്രസരം, ദ്രാവിഡ പാർട്ടികളുടെ അതിപ്രസരം ഒന്ന് കുറഞ്ഞു വരുന്നതായി നമുക്ക് തോന്നുന്നത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയ്ക്ക് എത്ര കണ്ട് വിജയിക്കാനാകും എന്ന് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് കാട്ടിത്തരും. പക്ഷേ അതൊന്നുമല്ല പറയുന്നത്. TVK-യുടെ തമിഴക വെട്രി കഴകത്തിൻ്റെ 2ാം സംസ്ഥാന സമ്മേളനമായിരുന്നു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ നയപ്രഖ്യാപനം കൂടി നടത്തുന്ന 2ാം സംസ്ഥാന സമ്മേളനമായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ മധുരയിൽ നടന്നത്. ജനസാഗരമായിരുന്നു മധുരയിൽ ഉണ്ടായിരുന്നത്. എന്തായാലും TVK-യുടെ പ്രവർത്തകരെ സിംഹക്കുട്ടികൾ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വിജയ് തൻ്റെ പ്രസംഗം കഴിഞ്ഞ ദിവസം മധുരയിൽ ആരംഭിച്ചത്. എന്തായാലും കാട്ടിലെ രാജാവായ സിംഹത്തിൻ്റെ സവിശേഷതകൾ വിശദീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു വിജയ് തൻ്റെ പ്രസംഗം ആരംഭിച്ചത്. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും പ്രായമായവരുടെയും സുരക്ഷയാണ് തൻ്റെ പാർട്ടിയുടെ മുൻഗണനയെന്ന് വിജയ് വ്യക്തമാക്കിയത്. അവിടെ കൂടി നിന്ന 10,000-കണക്കിന് പ്രവർത്തകരെ വലിയ തോതിൽ ആവേശം കൊള്ളിച്ചു. TVK-യുടെ പ്രത്യയശാസ്ത്ര ശത്രു BJP ആണെന്ന് കൃത്യമായും വിജയ് സമ്മേളനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു. രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ശത്രു BJP-യും രാഷ്ട്രീയ ശത്രു DMK-യും ആണെന്ന് വിജയ് സംസ്ഥാന സമ്മേളനത്തിലെ പ്രസംഗത്തിൽ ആവർത്തിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. RSSന് അടിമകളാകാതെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്നുകൂടിയുള്ള ഒരു ആഹ്വാനം ആ പ്രസംഗത്തിൽ വിജയ് ആവർത്തിക്കുന്നു. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരം DMK-യും തമിഴക വെട്രി കഴകവുമായി തമ്മിലായിരിക്കും. AIDMK-ക്ക് അവിടെ യാതൊരു പ്രസക്തിയും ഉണ്ടാവില്ല എന്ന ഒരു കാര്യം കൂടി വിജയ് സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നു. ഇത് ഏത് തരത്തിൽ തമിഴ് ജനത ഏറ്റെടുക്കുന്നു എന്ന ഒരു കാര്യം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും തൊഴിലാളികളുടെ പ്രശ്നങ്ങളും തമിഴ് ജനതയുടെ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്രത്തിലെ BJP സർക്കാരിനെയും വിജയ് വലിയ തോതിൽ വിമർശിക്കുന്നു. വാഗ്ദാനങ്ങൾ നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സ്ത്രീകളെയും സർക്കാർ ജീവനക്കാരെയും വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള ജനങ്ങളെയും വഞ്ചിച്ചു എന്നുകൂടി വിജയ് പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും വിജയുടെ ഈ ഒരു പ്രസംഗത്തിൻ്റെ ഓരോ വാക്കുകളും വലിയ ഹർഷാരവത്തോടു കൂടിയാണ് മധുരയിൽ ചേർന്ന തമിഴക മക്കൾ, അതായത് തമിഴക വെട്രി കഴകത്തിൻ്റെ പ്രവർത്തകർ വലിയ ഹർഷാരവത്തോടു കൂടിയാണ് എന്തായാലും ഏറ്റെടുത്തത്. എന്തായാലും അപ്രതീക്ഷിത പ്രഖ്യാപനം നടത്താൻ പോകുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധുര ഈസ്റ്റ് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് വിജയ് പ്രഖ്യാപിക്കുന്നു. താൻ തമിഴ്നാട് നിയമസഭയിലേക്ക് മത്സരിക്കുന്നു എന്ന ഒരു പ്രഖ്യാപനം കൂടി വിജയ് നടത്തുന്നു. ഒരു നിമിഷം അദ്ദേഹം പ്രസംഗം നിർത്തിയതിന് ശേഷം മധുര ജില്ലയിലെ മറ്റ് 9 നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക കൂടി അദ്ദേഹം വായിക്കുന്നു. തുടർന്ന് തമിഴ്നാട്ടിലെ ഓരോ മണ്ഡലത്തിലും TVK കേഡർമാർ മത്സരിക്കുന്നുണ്ടെങ്കിൽ താൻ മത്സരിക്കുന്നു എന്ന് അവിടെ അർത്ഥമാക്കണമെന്ന് TVK-ക്ക് വോട്ട് ചെയ്യുക, എന്നാൽ വിജയ് തങ്ങളുടെ ഒപ്പമുണ്ടാകും. നിങ്ങൾ TVK-യുടെ ഓരോ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നതും വിജയ്ക്ക് വേണ്ടിയാണ് എന്ന് കൂടി ഒരു വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രഖ്യാപനം കൂടി വിജയ് നടത്തുന്നു. ഇതെല്ലാം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ പുതുമയൊന്നുമുള്ള കാര്യമല്ല. സ്വാഭാവികമായും തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് താരാരാധന വലിയ തോതിൽ ഉള്ളതാണ്. ഒരു പ്രധാനപ്പെട്ട സിനിമാ നടിക്ക് വേണ്ടി അവിടെ ക്ഷേത്രം വരെ പണിഞ്ഞ ആരാധക വൃന്ദമുള്ള ഒരു ജനതയാണ് തമിഴ് ജനത. വൈകാരികമായി വലിയ ഇഴയെടുപ്പും കാത്തുസൂക്ഷിക്കുന്ന ഒരു ജനത. ആ ജനതയെ വളരെ കൃത്യമായ രീതിയിൽ യൂസ് ചെയ്യാൻ വിജയെപ്പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സിനിമാ താരത്തിന് കഴിയും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 2ാം സംസ്ഥാന സമ്മേളനത്തിൽ തടിച്ചുകൂടിയ
പതിനായിരക്കണക്കിന് ആളുകൾ. പക്ഷേ ഇതൊക്കെ തന്നെയും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ എത്ര കണ്ട് സക്സസ്ഫുൾ ആകും എന്ന ഒരു കാത്തിരിപ്പ് വലിയ തോതിൽ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്കുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കുണ്ട്. നമുക്കറിയാം പ്രധാനപ്പെട്ട തമിഴ് സിനിമാ താരങ്ങളായിട്ടുള്ള കമൽഹാസനും ശരത് കുമാറിനും വിജയകാന്തിനും ഒന്നും സാധിക്കാത്തത് വിജയ്ക്ക് സാധിക്കുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ആ ഒരു വിജയുടെ ഒരു രാഷ്ട്രീയ കരുനീക്കത്തിന് എത്രത്തോളം തമിഴ് ജനത കാതോർക്കും അല്ലെങ്കിൽ കൈകൊടുക്കും എന്ന് കാണണമെങ്കിൽ 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കണമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമാണ് പറഞ്ഞു വെക്കാനുള്ളത്.